പാലക്കാട് റിസൾട്ട് വരുന്നതിന് മുമ്പ് സുരേന്ദ്രൻ കാടിളക്കി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും വി.ഡി. സതീശൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരും, ചെവിയിൽ നുള്ളിക്കോ എന്നൊക്കെയാണ്. ഇപ്പോഴും പലരോടും ചെവിയിൽ നുള്ളാനൊക്കെ പറയുന്നുണ്ട്. അത് കാണാതെ പഠിച്ച് വെച്ചിരിക്കാൻ തോന്നുന്നു. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് നുള്ളിക്കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം സുരേന്ദ്രൻ ഇപ്പൊ എവിടൊക്കെ നുള്ളണമെന്ന് പോലും അറിയത്തില്ല, എത്ര ചെവിയിൽ നുള്ളേണ്ടി വരുമെന്നും അറിയില്ല. എന്നുവെച്ചാൽ BJP സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കം തന്നെ നടക്കുന്നുണ്ട്. വെളിയിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ വായി വരുന്നൊക്കെ പറയുക, ഇതൊക്കെയാണ് ഇപ്പം ഒരു ഹോബിയായിട്ട് എടുത്തിരിക്കുന്നത് സുരേന്ദ്രൻ. പക്ഷെ അകത്ത് നല്ല അടിയാണ് നടക്കുന്നത്. കൃഷ്ണദാസിന്റെ പക്ഷം, MD രമേശിന്റെ പക്ഷം, V മുരളീധരന്റെ പക്ഷം, ശോഭാ സുരേന്ദ്രന്റെ പക്ഷം, അങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകൾക്കുള്ളിൽ ഗ്രൂപ്പുകളാണ്. പണ്ട് ഈ കോൺഗ്രസിലാണ് ഗ്രൂപ്പുകൾ കൂടുതലെന്ന് പറഞ്ഞ് ഇവരൊക്കെ പറയുമായിരുന്നു. ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്, ഗ്രൂപ്പ് അവർക്കൊരു ഗ്രൂപ്പ് ഇവർക്കൊരു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിരുന്നവരാണ്. ഇപ്പം ഇതിനകത്ത് ഗ്രൂപ്പിനെ തട്ടി തട്ടി നടക്കാൻ വയ്യ BJPയിൽ എന്നുള്ളൊരവസ്ഥയാണ്. പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് BJPക്കാർ തന്നെ പറയുന്നുണ്ട് സുരേന്ദ്രനെ പോയ്ക്കാൻ നിന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ പാലക്കാടിലെ ഒരു പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രൻ കൂടിയാണെന്നുള്ളത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, ഇവരുടെ സീനിയർ നേതാക്കൾ കുറച്ചുപേര് അവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നുള്ളൊരു പണിയായിരുന്നു എന്നാണ് ഇപ്പൊ സുരേന്ദ്രന് കിട്ടിയ വിവരം. സുരേന്ദ്രൻ ഒരു 40 മെമ്പർമാരുടെയും അണികളുടെയും എല്ലാം ഫോൺ കോളുകൾ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. സത്യം അറിയില്ല, ഈ പരിശോധിച്ചോന്നും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരാളുടെ നമ്പർ എടുത്ത് പരിശോധിക്കാൻ പറ്റുമോന്നും നമുക്കറിയില്ല. കോൾ ലിസ്റ്റ് അങ്ങനെ കിട്ടുമോന്ന്, അല്ലെ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാലല്ലേ കോൾ ലിസ്റ്റ് കൊടുക്കും. അല്ലാതെ ഒരു കമ്പനിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കമ്പനിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമോ എന്നറിയില്ല. എന്നാലും ഇവരൊക്കെ വലിയ സ്വാധീനമുള്ളവരൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അതെന്തോ ആകട്ടെ, 40ഓളം പേരെ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 40ഓളം പേരെ പരിശോധിച്ചെങ്കിൽ ആ 40ഓളം പേരും ഒരു MP വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു വരുന്നത് പാലക്കാടിലെ MP VK ശ്രീകണ്ഠനെ വിളിച്ചു എന്നുള്ള രീതിയിലാണ്. എന്തോ ആയിക്കോട്ടെ, VK ശ്രീകണ്ഠനെ ഇവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ 40 പേര് വിളിച്ചെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി സുരേന്ദ്രൻ അവിടെ പോയി അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാനും അവരുമായിട്ടൊരു തർക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും കോൺഗ്രസിലോട്ട് അങ്ങ് പോകും. 40 പേരെ കൂടെ നഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. അതെന്തോ ആട്ടെ, ഇന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വെടിപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതുപോലെ ഇത്രയും സിമ്പിളായിട്ട് സംസാരിച്ച്, അതും പാർട്ടി പ്രവർത്തകരോട് പറയുന്നൊരു കാര്യമുണ്ട്, ചെറുപ്പക്കാര് ഇനി പുതിയ തലമുറയിലുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പാർട്ടി പ്രവർത്തകരൊക്കെ ഉണർന്നങ്ങ് പ്രവർത്തിക്കും. മുനിസിപ്പാലിറ്റി മുതൽ ചെയർമാൻ സ്ഥാനം വരെ പുതിയ ആൾക്കാർക്കും ചെറുപ്പക്കാർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ വേണ്ടി വിങ്ങി പൊട്ടി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ വിശദമായിട്ട് ഉത്തരം പറയുന്നതാണ് ഞാൻ കണ്ടത്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ടി യോഗത്തിലേക്ക് ഇന്നലെ വളരെ നീണ്ട പത്രസമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് നടത്തുന്നതും എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് സംസ്ഥാന അധ്യക്ഷൻ ഉത്തരം പറയുന്നതും ഞാൻ കണ്ടു. എന്തായാലും കാണും, ശോഭാ സുരേന്ദ്രൻ കാണുമല്ലോ. എന്തായാലും ഇത്രയും നല്ല പണിയെല്ലാം കൊടുത്തിട്ട് ഇനി പണി വാങ്ങിച്ച ആൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് ശോഭാ സുരേന്ദ്രന് കേൾക്കണമല്ലോ. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അത് ആദ്യം മുതൽ കണ്ടിട്ടുണ്ട് ആ വാർത്താ സമ്മേളനം. അതിന്റെ ഒരു സന്തോഷം മുഖത്തുണ്ട്. അവിടെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ പാവമാണ്, ശോഭാ സുരേന്ദ്രൻ ഇതിനകത്തൊന്നും കൈയില്ല എന്ന് പറഞ്ഞാലും മനസ്സിൽ എന്താണെന്നുള്ളത് ശോഭാ സുരേന്ദ്രനും അറിയാം, സുരേന്ദ്രനും അറിയാം. ആ മുഖത്തൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് മുഖത്ത്. എന്ന് വെച്ചാല് പാർട്ടി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൃത്യവും വെടിപ്പുമായിട്ട് ചെയ്തതിന്റെയാണ് ഇപ്പൊ സുരേന്ദ്രൻ കിടന്ന് നെട്ടോട്ടോ ഓടുന്നത്. സുരേന്ദ്രന് ഇരിക്കാൻ സമയമില്ല. സുരേന്ദ്രൻ പറഞ്ഞതെല്ലാം സുരേന്ദ്രൻ തന്നെ ബൂമറാങ്ങായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുരേന്ദ്രനെ വാരാൻ കിട്ടിയ ടൈം അത് ആരെങ്കിലും കളയുമോ? അവിടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇപ്പോൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. കാലുവാരൽ എന്ന് പറയും. ശോഭാ സുരേന്ദ്രന്റെ ആഗ്രഹം BJP സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ V മുരളീധരൻ അവിടെ ഒരു വിലങ്ങുതടിയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇനി അടുത്ത യുദ്ധം V മുരളീധരനുമായിട്ടായിരിക്കാം. എന്ന് വെച്ചാൽ പാർട്ടിയിലാണെങ്കിലും കേന്ദ്ര ലെവലിലാണെങ്കിലും V മുരളീധരനെ ചാൻസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ K സുരേന്ദ്രൻ മാറിയാൽ, അത് എപ്പോഴും മാറിയല്ല, അടുത്ത വർഷം മാറിയെന്ന് പറഞ്ഞാലും മാറുന്നുണ്ടെങ്കിൽ V മുരളീധരനാണ് കൂടുതലും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ചാൻസ്. പക്ഷെ ഇവിടെ സ്വപ്നം കാണുന്ന ഒരാള് ശോഭാ സുരേന്ദ്രനാണ്. എന്റെ മനസ്സിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകം
എന്ത് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ജോലി നാളിതുവരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും കൃത്യം വെടിപ്പുമായിട്ട് ചെയ്യുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ഇപ്രാവശ്യം പാലക്കാട് ചെയ്തു. പാർട്ടി ഉദ്ദേശിച്ചതിനേക്കാൾ പാർട്ടി കൊടുത്ത ജോലിയേക്കാൾ കൂടുതൽ ഓവർ ടൈമും കൂടെ അങ്ങ് ചെയ്തു. അതിന്റെ റിസൾട്ട് കാണാനും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. കാര്യമാണ് ഞാൻ. കൂടാതെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന്റെ UDFന്റെ ശ്രീമാൻ VD സതീശന്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം. ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ UDFന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ? അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി VD സതീശനോടാണ് വെല്ലുവിളി. ഒരു കൗൺസിലറെ കൂടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കാൻ ധൈര്യമുണ്ടോ? BJP ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ ആൾ കൂടി ആ മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിന്റേതായിട്ട് അല്ലെങ്കിൽ UDFന്റേതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചു പറയും. നമ്മൾ ഇതത്ര കേട്ടതാ. അതുകൊണ്ട് അധികം വെല്ലുവിളി ഒന്നും നടത്തണ്ട. ഒരു വെല്ലുവിളി നടത്തിയതിന്റെ ആ സുരേന്ദ്രൻ ഇപ്പൊ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് 100-100 ഓടുന്നത്. ഇനി ശോഭാ സുരേന്ദ്രൻ ഈ വെല്ലുവിളിയും കൂടെ സ്വീകരിച്ച് പാലക്കാട് ജയിപ്പിച്ച് UDFകാരെല്ലാം കൂടെ ഇറങ്ങി ജയിപ്പിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനും പിന്നെ കണ്ടം വഴി ഓടേണ്ടി വരും. പക്ഷെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നിൽക്കാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നു. ഇനിയാണ് പാർട്ടി പ്രവർത്തകർക്കുള്ള ഒരു സന്ദേശം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ വിചാരിക്കും, എന്തൊരു നേതാവ്, എന്തൊരു നല്ല നേതാവ്, നമ്മളെയൊക്കെ പരിഗണിക്കുന്ന ഒരു നേതാവ്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അണികൾക്കെല്ലാം ഭയങ്കര ഉഷാറായിരിക്കും. അടുത്ത വട്ടം മുനിസിപ്പാലിറ്റിയിൽ പുതിയ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് നിറച്ച് തകർത്ത് കളയുന്നതാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും അവിടെ ഒരു ഗ്രൂപ്പിസം ഫോം ചെയ്യുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ അടുക്കിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാനുള്ള കൃത്യമായ തന്ത്രം. അതും സുരേന്ദ്രൻ വീണ് കിടക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അത് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള ആഗ്രഹം ഇങ്ങനെ കുറെ കാലമായിട്ട് കൊണ്ട് നടക്കുകയാണ്. അത് നടന്നാൽ നടക്കട്ടെ, അതിനൊരു ചാൻസും കൂടിയാണ് ഇത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രന് എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന അധ്യക്ഷ പദവി കിട്ടും എന്നുള്ള കാര്യം. എന്നുവെച്ചാൽ ഇവിടെ വെട്ടിയ സ്ഥിതിക്ക് ഇവിടെ പലരെയും വെട്ടുന്നത് പോലെ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ വെട്ടാൻ ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ ആണെങ്കിലും. അതുകൊണ്ട് ആ സ്വപ്നം ഇപ്പോഴെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. മറ്റൊന്നും കൂടി പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത്, തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും. കൂടാതെ 50% വരുന്ന റിസർവേഷൻ എൻ്റെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകൾ, അവരെ പോലെയുള്ള ആളുകളാണ് ശോഭാ സുരേന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അടിത്തട്ടിൽ നിന്നുകൊണ്ട് പണിയെടുത്ത് പശ കുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി, ഞങ്ങളെ വളർത്താൻ താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാർ, അവരിൽ നിന്നുള്ളവരെ മുനിസിപ്പൽ ചെയർമാനായിട്ടും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ഒക്കെ ഇരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് 100% പ്രവർത്തിക്കാൻ പണിയെല്ലാം കൊടുത്തിട്ട് ഇനി അടുത്ത പണിക്കുള്ള പണിയാണ്. സംസ്ഥാന പ്രസിഡന്റിന് അവിടെ റോൾ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ സുരേന്ദ്രൻ ഇത് അറിഞ്ഞോന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മുനിസിപ്പാലിറ്റി ചെയർമാൻ, പഞ്ചായത്തിലെ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, അതുപോലെ ആൾക്കാരെ നിർത്തേണ്ടവര് അതൊക്കെ ഇന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളത് ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞു. ഇന്ന ആളെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം സുരേന്ദ്രന്റെ തലയിൽ വീണ്ടും വന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ നൈസായിട്ട് കൈയൊഴിയും. ഞാൻ നിങ്ങളുടെ ഒപ്പമാണ്, ചെറുപ്പക്കാരുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കൊപ്പമാണ് എന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. സജ്ജമാണ് എന്നുള്ളതാണ്. ആ പണിയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ. കുറുമ സംഘം എന്ന് പറഞ്ഞൊരു പോസ്റ്റർ കോഴിക്കോട് വി മുരളീധരനെതിരെയും കെ സുരേന്ദ്രനെതിരെയും രഘുനാഥിനെതിരെയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് ആണെങ്കിലും വാർത്തകളാണെങ്കിലും ആധികാരികതയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം
പോസ്റ്റർ ഒട്ടിക്കാൻ അർദ്ധരാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോ മാധ്യമ സുഹൃത്തുക്കൾ നിസ്സാരക്കാരൊന്നല്ലല്ലോ. നിങ്ങൾക്കും അറിയാം ഈ കിട്ടുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് യാഥാർത്ഥ്യം, ഏതൊക്കെയാണ് യാഥാർത്ഥ്യമല്ലാത്ത. ഇന്നലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നതുപോലെയാണ് ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച് കണ്ടത്. അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ പേരെടുത്തുകൊണ്ട് ഏതോ ഒരു മാധ്യമം ചോദിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു ആ സ്ത്രീ പാവം, അവര് പറഞ്ഞ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്, ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷവും അതേ വാർത്ത തുടരുകയല്ലേ. എനിക്ക് അതിലൊക്കെ സന്തോഷം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറുവാ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ BJP കമ്മിറ്റി ഓഫീസുകളിലും റോഡുകളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം ഒട്ടിച്ചിരുന്നു. ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട്. ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ട, എല്ലാവരും അറിഞ്ഞു കാണും. അതിനെക്കുറിച്ച് ചോദിച്ചു. അതിനുള്ള ഉത്തരമായിട്ട് പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ, ഇതൊന്നും ഇരുട്ടിന്റെ മറവിൽ ആരൊക്കെയോ ചെയ്തിട്ട് പോകുന്നതാണെന്ന്. അപ്പൊ പാർട്ടിക്കാരല്ല ചെയ്തത്, വേറെ ആരെങ്കിലും ഇനി വന്ന് ചെയ്തതെന്ന് ആയിരിക്കും ഈ പറയുന്നത്, അറിയില്ല. എന്തായാലും പാർട്ടിക്കുള്ളിലുള്ള ഭിന്നതയാണ് അവിടെ വെളിയിൽ വന്നത്, അല്ലെങ്കിൽ ആ പോസ്റ്ററായിട്ട് വെളിയിൽ വന്നത്. അവിടുത്തെ ഗ്രൂപ്പിസമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ആ നോട്ടീസിൽ സത്യാവസ്ഥ ഇല്ലാതൊന്നുമില്ല, സത്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു വാക്കുണ്ട്, സംസ്ഥാന പ്രസിഡന്റ് ഞാനൊരു പാവമാണെന്നും എല്ലാ പറഞ്ഞ പണിയെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിയാണ്, ആര് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞ പണിയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാട് നല്ല ഒരു ജനപിന്തുണയുള്ള BJPയിലെ ഈ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കുറച്ചും കൂടെ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ നൈസായിട്ട് വെട്ടിക്കൊണ്ടാണ് അവിടെ സുരേന്ദ്രന്റെ കയ്യാളിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ശോഭാ സുരേന്ദ്രന്റെ ഒരു പവർ വെച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ആൾക്കാരുണ്ട്, കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു സഹായവും എല്ലാം കൂടി നല്ലൊരു പണി അങ്ങ് ചെയ്തു. ആ പണിയിലാണ് ഇപ്പോൾ നമ്മുടെ സുരേന്ദ്രൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഒരു പവറായിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴും ഉള്ളു തേങ്ങുകയാണ്. തേങ്ങി ഇവരെല്ലാം വിശ്വസിച്ചിട്ടാണല്ലോ ഞാൻ ആ പോസ്റ്റ് വരെ ഫേസ്ബുക്കിൽ ഇട്ടതെന്നുള്ളൊരു തോന്നലും. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ അടിമുടി നശിപ്പിക്കാൻ, അല്ലെങ്കിൽ UDFനെ ഈ പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോൾ അങ്ങ് തീർത്ത് കളയുമെന്ന് പറഞ്ഞ ആളാ. ഇപ്പോൾ തീർന്ന ഒരു പരുവത്തിലായിട്ടിരിക്കുന്ന സുരേന്ദ്രന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം കളി അറിയാവുന്നവൻ ഇറങ്ങി ശരിക്കൊന്ന് കളിച്ചു കഴിഞ്ഞാൽ ഈ BJP ഒക്കെ എത്ര കോട്ടയാന്ന് പറഞ്ഞാലും, BJPയുടെ കോട്ടയാന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.